ഹായ് ഗൈസ്, നമ്മളിന്ന് ഗാഗ് ഫ്രൂട്ട് ഷേക്ക് അടിക്കുന്ന വീഡിയോ ആണ് ഇടുന്നത്. അതിനായിട്ട് നമ്മൾ ഗാഗ് ഫ്രൂട്ടിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ഒരു ഗാഗ് ഫ്രൂട്ടിൻ്റെ പകുതി. നമ്മൾ ആദ്യം ഗാഗ് ഫ്രൂട്ട് ജ്യൂസ് അടിച്ചായിരുന്നു. പക്ഷെ ജ്യൂസ് അടിച്ചപ്പോൾ അതിന് അത്രയ്ക്കും ടേസ്റ്റ് തോന്നിയില്ലായിരുന്നു. ഈ ഗാഗ് ഫ്രൂട്ട് എന്ന് പറഞ്ഞതിന് നമ്മുടെ അവക്കാഡോ ഒക്കെ പോലെ അതിനൊരു പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഇല്ല. പക്ഷെ നമ്മൾ അത് പാല് ചേർത്ത് ഷേക്കായിട്ട് അടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം അങ്ങനെ ഒരു ഗാഗ് ഫ്രൂട്ട് എടുത്ത് അതിന് നന്നായിട്ട് പഴുത്തൊരു ഫ്രൂട്ടായിരുന്നു. അതിനെ എടുത്തിട്ട് അതിൻ്റെ പകുതി എടുത്തു. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ സ്കൂപ്പ് ചെയ്തിട്ട് അതിന് ജസ്റ്റ് ഒന്ന് ഉടച്ച് പതുക്കെ തോടിനുള്ളിൽ തന്നെ വെച്ച് ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ട് നമ്മളതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതിലേക്കൊരു ഏലക്ക നന്നായിട്ട് പൊടിച്ചിട്ട് ചേർക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് മധുരം എന്തുമാത്രം വേണോ അതനുസരിച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം അത്യാവശ്യം നല്ല രീതിക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഒരു മധുരം അല്ലെങ്കിൽ നമുക്കൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതിനുശേഷം അതിലേക്ക് നമുക്കൊരു പാല് പൊട്ടിച്ചിട്ട് നമ്മളത് തന്നെ കുറച്ച് പാല് അതിലെടുക്കുന്നുള്ളൂ. ആദ്യം ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി പാലൊഴിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കും. അതിന് ശേഷം ബാക്കി പാലും കൂടെ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് അതിനെ ഒന്ന് അടിച്ചെടുക്കും. നമുക്ക് ഈ ഏലക്ക ചേർക്കുന്നതിന് പകരമായിട്ട് അതിൻ്റെ അകത്ത് ബൂസ്റ്റ് അതല്ലെങ്കിൽ ഓറിയോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ചേർക്കുന്നത് നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മളിപ്പോൾ അടിച്ചെടുത്ത ഷേക്കിനെയാണ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഷേക്കാണിത്.